റൂഫസ്, ത്രിയേക ദൈവത്തിന് മഹത്വം. എല്ലാ വിശുദ്ധന്മാർക്കും, പ്രത്യേകിച്ച് ഇതുവരെ അധ്യക്ഷത വഹിച്ച പ്രിയ വർക്കിച്ചായനും ക്രിസ്തീയ വന്ദനം. അദ്ദേഹം നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിക്കുന്നു, ദൈവം ആക്കുന്നു, ദൈവം നിയമിക്കുന്നു. അതെല്ലാം ശരിയാണ്. പക്ഷേ ദൈവത്തിന്റെ സഭയുടെ അംഗീകാരവും കൂടെ വേണം. അംഗീകാരം എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനത്തിന്റെ സർട്ടിഫിക്കറ്റ് അല്ല. ലോക്കൽ സഭ, പ്രാദേശിക സഭ, ആ സഭയിലെ അംഗത്തെ ദൈവം ശുശ്രൂഷയ്ക്ക് വിളിച്ചെന്നും അഭിഷേകം ചെയ്തിരിക്കുന്നെന്നും അദ്ദേഹത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നിയമിച്ചിരിക്കുന്നു എന്നും സഭയ്ക്ക് ബോധ്യപ്പെടണം. സഭയ്ക്ക് ബോധ്യപ്പെട്ടെങ്കിൽ അത് സഭ പരസ്യമായി അംഗീകരിക്കണം. എന്നിട്ട് സഭയാണ് പരിശുദ്ധാത്മാവിന്റെ നിയോഗം അനുസരിച്ച് ഒരുവനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നത്. ഇനിഷ്യേഷൻ മുഴുവനും, അതിന്റെ ഉത്തരവാദിത്വം മുഴുവനും ദൈവമാണ്, അല്ലാതെ സഭയല്ല ചെയ്യുന്നത്. പക്ഷേ ദൈവത്തിന്റെ വിളി, ദൈവത്തിന്റെ നിയോഗം, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ്, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുവന്റെ മേലുള്ള ദൈവത്തിന്റെ അഭിഷേകം, ഇവയെല്ലാം യഥാർത്ഥത്തിൽ ഒരുവന്റെ മേലുണ്ടെങ്കിൽ പ്രാദേശിക സഭയ്ക്ക് അത് തിരിച്ചറിയാൻ പറ്റും. സ്തോത്രം. ഞാൻ ചർച്ച് ഓഫ് ഗോഡിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ചർച്ച് ഓഫ് ഗോഡ് എന്ന പ്രസ്ഥാനം, ഞങ്ങൾക്ക് ശുശ്രൂഷയ്ക്ക് 3 സ്ഥാനങ്ങളാണ് ഉള്ളത്, 3 ക്രെഡൻഷ്യൽസാണ് ഉള്ളത്. എക്സോട്ടർ എന്നുണ്ട്, ഓർഡൈൻഡ് മിനിസ്റ്റർ, ഓർഡൈൻഡ് ബിഷപ്പ്. 3 പദവികളാണ് ശുശ്രൂഷയ്ക്ക്. ഈ 3 എണ്ണത്തിനും ഞങ്ങൾക്കൊരു ഫോം ഉണ്ട്, എൻഡോഴ്സ്മെന്റ് ഫോം എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിൽ ഇത്രേ ഉള്ളൂ, ലോക്കൽ സഭയിൽ നിന്ന് ലോക്കൽ സഭാ സെക്രട്ടറിയും ലോക്കൽ സഭാ പാസ്റ്ററും അതിൽ ഒപ്പിടണം. ഇന്നയാള് ഞങ്ങളുടെ സഭാംഗമാണ്, അദ്ദേഹത്തെ കർത്താവ് തന്റെ വേലയ്ക്ക് വിളിച്ചിരിക്കുന്നെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി, അതുകൊണ്ട് നിങ്ങളുടെ പ്രസ്ഥാനത്തോട് ചേർന്ന് അദ്ദേഹത്തെ കർത്താവിന്റെ വേലയിലാക്കുവാൻ ഞങ്ങൾ ഇതിനാൽ സമ്മതിക്കുന്നു. അത് ഡിസ്ട്രിക്ട് പാസ്റ്ററെ കൊണ്ടും കൂടെ ഒന്ന് ഒപ്പിടിപ്പിച്ചേക്കണം. ഇതൊക്കെ പക്ഷെ ഫോമിലേ ഉള്ളൂ. സഭയ്ക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് ഇദ്ദേഹത്തെ സുവിശേഷ വേലയ്ക്ക് ആക്കിയതൊന്നും ആയിരിക്കത്തില്ല. ഇന്ന് പലയിടത്തും പലരെയും ഉപദേശിയാക്കുന്നത് സഭയിലെ ശല്യം ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ്. അതല്ലാതെ പ്രാദേശിക സഭയ്ക്ക് ഒരുവനെ കുറിച്ചുള്ള ദൈവവിളിയെ മനസ്സിലാക്കി വേർതിരിക്കുന്ന അവസ്ഥ, അതാണ് യഥാർത്ഥത്തിലുള്ള സുവിശേഷ വേലയുടെ രീതി. അദ്ദേഹം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതിനെ ഞാനും കൂടെ ഒന്ന് എൻഡോഴ്സ് ചെയ്തു എന്നേ ഉള്ളൂ. ആ നിലയിൽ ഒക്കെ നമ്മുടെ സഭകൾ മടങ്ങി വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും വന്ദനം പറഞ്ഞുകൊണ്ട് നാം ദൈവവചനത്തിലേക്ക് തിരിയുന്നു. നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് വെളിപ്പാട് പുസ്തകം 6 മുതൽക്കുള്ള അധ്യായങ്ങളെയാണ്. അതായത് 4-ാം അധ്യായം മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ പ്രവചന ഭാഗങ്ങളാണ്.
മേലിൽ സംഭവിപ്പാനിരിക്കുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് യോഹന്നാനോട് പുനരുത്ഥിതനായ ക്രിസ്തു 4-ന്റെ ആദ്യവാക്യത്തിൽ പറഞ്ഞതായി നമ്മൾ വായിച്ചു. 1-19 നാം അതുതന്നെ കണ്ടു. ഇനിമേൽ സംഭവിപ്പാൻ ഉള്ളത്. അങ്ങനെ 3-ാം അധ്യായം വരെ ഭൂമിയിൽ ആയിരിക്കുന്ന സഭയെ പറ്റിയാണ് പറയുന്നത്. സഭകളെ പറ്റിയാണ് പറയുന്നത്. സഭകളെ എന്ന് പറഞ്ഞാൽ പ്രാദേശിക സഭകൾ, സഭയെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ കാന്തയായ സഭയെ, സാർവത്രിക സഭ. അപ്പോൾ സഭ എന്ന ഏകവചനത്താൽ യേശുക്രിസ്തുവിന്റെ കാന്തയെന്നും, സഭകൾ എന്ന ബഹുവചന പ്രയോഗത്താൽ അതാത് സ്ഥലങ്ങളിലുള്ള പ്രാദേശിക സഭകളെന്നും മനസ്സിലാക്കുക. അങ്ങനെ നാം കാണുന്നത് ദൈവത്തിന്റെ ഈ ഭൂമിയിലുള്ള സഭയെക്കുറിച്ച്, സഭകളെ കുറിച്ചുള്ള പരാമർശങ്ങളായിരുന്നു. എന്നാൽ 4-ാം അധ്യായത്തിൽ സീൻ മാറുകയാണ്, സ്ഥലം മാറുന്നു. യോഹന്നാനെ കർത്താവ് സ്വർഗത്തിലേക്ക് വിളിക്കുന്നു. മേലാൽ സംഭവിപ്പാനുള്ളത് കാണിച്ചു തരാം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ചില വേദപണ്ഡിതാക്കൾ 3-ാം അധ്യായത്തിന്റെ ഒടുവിൽ സഭയുടെ ഉൽപ്രാപണം നടക്കുന്നു എന്ന് പഠിപ്പിക്കുന്നത്. ചിലർക്ക് അതിൽ വളരെ വിഷമമുണ്ട്. അങ്ങനെ ചിന്തിക്കാൻ കുഴപ്പമില്ല, അങ്ങനെ ചിന്തിക്കണ്ട. അവിടെ ഉൽപ്രാപണം നടന്നു എന്ന് പറയാൻ പ്രത്യേകിച്ച് രേഖകളോ ഒന്നും അവിടെ ഇല്ല എന്നുള്ളത് സത്യം തന്നെ. അതിൽ 4-5 അധ്യായങ്ങൾ ഭാവി പദ്ധതികൾക്കായിട്ടുള്ള സ്വർഗത്തിൽ നടക്കുന്ന ഒരുക്കമായി നമ്മൾ പഠിച്ചു. 6-ാം അധ്യായം മുതലാണ് ഭാവി സംഭവങ്ങളുടെ തുടക്കം. പ്രത്യേകിച്ച് ഭൂമിയിൽ സംഭവിപ്പാനിരിക്കുന്ന കാര്യങ്ങളുടെ, അത് നിത്യത മുതൽ നിത്യത വരെ ഉള്ള കാര്യങ്ങളെ, നിത്യത മുതലല്ല നിത്യത വരെയുള്ള കാര്യങ്ങളെ കുറിച്ച് 6 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ പരാമർശിക്കുന്നു. അതിൽ പൊതുവെ പറഞ്ഞാൽ 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ, 18 വരെ എന്ന് വേണമെങ്കിൽ പറയാം, ഈ ഭൂമിയിൽ നടക്കുന്ന മഹാപീഡന കാലങ്ങളുടെ ഒരു വിവരണമാണ്. 19-ാം അധ്യായം അതിന്റെ ഒടുവിൽ നടക്കുന്ന ചില സംഭവങ്ങൾ, ഒന്നിലധികം സംഭവങ്ങൾ അവിടെയുണ്ട്. മഹാപീഡനകാലം തീരുന്നത് 19-ാം അധ്യായത്തിലാണ്. യേശുക്രിസ്തു തന്റെ സഭയുമായി, വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് 19-ാം അധ്യായത്തിലാണ്. അർമഗദ്ദോൻ യുദ്ധം നടക്കുന്നത് 19-ാം അധ്യായത്തിലാണ്. എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും നരകപ്പൊയ്കയിലേക്ക് തള്ളിക്കളയുന്നത് 19-ാം അധ്യായത്തിലാണ്. കുഞ്ഞാടിന്റെ കല്യാണം 19-ാം അധ്യായത്തിലാണ് പരാമർശിച്ചിരിക്കുന്നത്. കുഞ്ഞാടും സഭയും ലോകഭരണം ഏറ്റെടുക്കുന്നതിനെ കുറിച്ചും 19-ാം അധ്യായത്തിലാണ് നാം കാണുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ 19-ാം അധ്യായത്തിലുണ്ട്. എന്നാൽ 18 വരെയുള്ള അധ്യായങ്ങൾ പൊതുവെ മഹാപീഡന സംഭവങ്ങളുടെ പരമ്പരയാണ്. എന്നാൽ എല്ലാവരും ഈ ഒരു രീതി അംഗീകരിക്കുന്നില്ല എന്ന് നാം ശനിയാഴ്ച രാത്രിയിൽ കണ്ടല്ലോ. വെളിപ്പാട് പുസ്തകത്തിന്റെ 4 പ്രധാന വ്യാഖ്യാന രീതികളെ കുറിച്ച്
നമ്മൾ അന്ന് കാണുകയുണ്ടായി. അതിൽ നമ്മൾ കരുതുന്നത് അല്ലെങ്കിൽ കണക്കാക്കുന്നത് നമ്മുടെ വ്യൂ എന്നത് ഫ്യൂച്ചറിസ്റ്റിക് വ്യൂ ആണ്. 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിലെ പരാമർശങ്ങൾ ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്നതാണ് എന്ന കണക്കുകൂട്ടലും സ്വീകരണവുമാണ് നാം നടത്തിയിട്ടുള്ളത്. അത് വെച്ചാണ് നാം മുൻപോട്ട് പഠിക്കുവാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം വേണമെങ്കിൽ ചോദിച്ചാട്ടെ. ഒന്നും ഇല്ലല്ലോ. അപ്പോൾ വെളിപ്പാട് പുസ്തകം 6 മുതൽ ഏതാണ്ട് 18 വരെ, 18-ാം അധ്യായം വരെ എതിർ ക്രിസ്തുവിന്റെ ഭരണകാലം, ദ ലാസ്റ്റ് ഹ്യൂമൻ ഗവൺമെന്റ്, ഏറ്റവും അവസാനത്തെ മാനുഷീയ ഭരണകൂടം. ദാനിയേൽ പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ 70-ാമത്തെ ആഴ്ചവട്ടം, 70th week. യിരെമ്യാ പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജാതികളുടെ കാലം, ദ ടൈം ഓഫ് ജെന്റൈൽസ്. അഗൈൻ യിരെമ്യാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യാക്കോബിന്റെ കഷ്ടകാലം, ദ ട്രബിൾ ഓഫ് ജേക്കബ്. ഓക്കെ, ആവർത്തിക്കണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ച പേരുകളായതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു വിട്ടതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ വിളിക്കപ്പെടുന്ന ഒരു സമയമാണ് ഇത്. അപ്പോൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഒരാള്, ദൈവസഭ എടുക്കപ്പെട്ട് കഴിഞ്ഞിട്ട് 7 വർഷം ഈ 70-ാം ആഴ്ചവട്ടം അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ ഭരണം നടക്കും. ആ കാലങ്ങളിലാണല്ലോ സ്വർഗത്തിൽ വിശുദ്ധന്മാരുടെ പ്രതിഫല വിഭജനം അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ ന്യായവിധി നടക്കുന്നത്. അപ്പോൾ ഈ 7 വർഷം മുഴുവനും ന്യായവിധിക്കാലമായിരിക്കുമോ എന്നൊരു ചോദ്യമാണ്. നമുക്ക് അതിനെക്കുറിച്ച് വിശുദ്ധന്മാരുടെ പ്രതിഫല വിഭജനത്തിനെടുക്കുന്ന കാലപരിധിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ എനിക്ക് എങ്ങും സമയം കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അതുകൊണ്ട് ഈ 7 വർഷവും അവിടെ ന്യായവിധിക്കാലമായിരിക്കും എന്ന് വിശ്വസിക്കുവാനും തരമില്ല. ഇത്രയേ ഉള്ളൂ. ഈ 7 കൊല്ലത്തിനകം ഭൂമിയിൽ എതിർ ക്രിസ്തു ഭരിക്കുന്ന ഈ 7 കൊല്ലത്തിനകം സ്വർഗത്തിൽ വിശുദ്ധന്മാരുടെ ന്യായവിധിയും പ്രതിഫല വിഭജനവും നടക്കും. അത് ആ 7 വർഷം മുഴുവനും അങ്ങനെ ആയിരിക്കുമോ എന്ന് നമുക്ക് നിശ്ചയമില്ല. ആ 7 വർഷം കഴിഞ്ഞിട്ടാണ് ക്രിസ്തു സഭയുമായി ഭൂമിയിലേക്ക് വരുന്നത് എന്നതുകൊണ്ട് പൊതുവെ ചിന്തിക്കുന്നത് ആ 7 വർഷം പ്രതിഫല വിഭജനത്തിനായിട്ട് എടുക്കും എന്നാണ്. എന്നാൽ ആ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് തീർത്ത് പറയുവാൻ തിരുവെഴുത്തുകളുടെ പിൻബലം എനിക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും തെളിഞ്ഞു കിട്ടിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ ഉപകാരം. എന്നാൽ ഇത്രയേ ഉള്ളൂ. വിതിൻ ദോസ് 7 years the judgment of the saints will be over and distribution of rewards will also be taken place. It is not necessary that all the 7 years will be the duration of this judgment. It's possible it may happen within 1 year, 2 years,
It's possible. Anyhow, within these 7 years, this will be happen. ഈ 7 കൊല്ലത്തിനകം അത് സംഭവിക്കും എന്നേ ഉള്ളൂ. 7 കൊല്ലവും ന്യായവിധി കാലമായിരിക്കണം എന്നില്ല. ഏതായാലും മുഴുവൻ 7 കൊല്ലവും ആയിരിക്കില്ലെന്നുള്ളത് ഉറപ്പാണ്. പ്രതിഫല വിഭജനത്തിന് ശേഷമായിരിക്കണം കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് കമ്മ്യൂണിയൻ ആൻഡ് ദാറ്റ് റിലേഷൻഷിപ്പ്. പ്രതിഫല വിഭജനത്തിന് ശേഷമായിരിക്കണം ഓരോ വ്യക്തിയും ക്രിസ്തുവുമായിട്ടുള്ള അവരവർക്ക് അർഹമായ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നത്. It is possible that only after rewarding each and every Christian will enter into a worthy relationship with Christ. ക്രിസ്തുവുമായിട്ട് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട യഥാർത്ഥ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നത് ന്യായവിധി പ്രതിഫല വിഭജനവും കഴിഞ്ഞ ശേഷമായിരിക്കും എന്നതിനാൽ അതിനുശേഷമായിരിക്കും കുഞ്ഞാടിന്റെ കല്യാണം എന്ന് കരുതുന്നതാണ് കൂടുതൽ യുക്തമായിട്ടുള്ളത്. കാരണം അതേ സംബന്ധിച്ചും ചിലർ പറയുന്നത് ഉൽപ്രാവണ ദിവസമാണ് കുഞ്ഞാടിന്റെ കല്യാണമെന്നാണ്. ചിലർ കരുതുന്നത് അല്ല, പ്രതിഫല വിഭജന ശേഷമാണെന്നാണ്. ഞാൻ ആ ചിന്താഗതിക്കാരനാണ്. പ്രതിഫല വിഭജനത്തിന് ശേഷമായിരിക്കും കുഞ്ഞാടിന്റെ കല്യാണം എന്ന ആ ഒരു വിശേഷ ബന്ധത്തിലേക്ക് കർത്താവുമായി നാം എത്തിച്ചേരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണല്ലോ. ദേവാസനെ, ഈ ന്യായവിധി എന്ന് പറയുമ്പോൾ ന്യായവിധിയും ശിക്ഷാവിധിയും വ്യത്യസ്തമാണ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പോ ഈ പറയുന്ന 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന അപാലവൃത്തം ജനങ്ങൾ നിൽക്കുന്ന ആ ന്യായവിധി അത് ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ടതാണോ, അതോ അതിലും പ്രതിഫല വിഭജനമുണ്ടോ? അത് ശിക്ഷാവിധിയാണ്. പ്രതിഫല വിഭജനം വിശുദ്ധന്മാർക്കേ ഉള്ളൂ. ഇത് മരിച്ചവരുടെ ന്യായവിധിയാണ്. മരിച്ചവരുടെ പുനരുത്ഥാനവും ന്യായവിധിയുമാണ് 20-ാം അധ്യായം. അത് കണ്ടംനേഷൻ ആണ്. അപ്പൊ ഈ പറയുന്നതില് ഈ 7 വർഷത്തെ കാലത്തെ ഉള്ള അതായത് രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ഇതിൽ നിന്ന് സാത്താന്റെ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന വിശുദ്ധന്മാര് ഇതിലേതിൽ പെടും? അവർ ശിക്ഷാവിധിക്ക് അർഹരല്ലല്ലോ. ഒരിക്കലും അല്ല. അപ്പൊ അവർക്കുള്ള ന്യായവിധി എപ്പോഴായിരിക്കും? അതാ 20-ന്റെ 4 തൊട്ട് 6 വരെ കാണുന്നത്. അവർ ഉയർത്തെഴുന്നേറ്റു, യേശുക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാണു എന്ന്. ഓക്കെ, അതിനു മുമ്പ് തന്നെ അവരുടെ ന്യായവിധി മുമ്പ് കഴിഞ്ഞിരിക്കും അല്ലേ? അതെ. ടെർമിനോളജിക്ക് ആൾക്കാർക്ക് സംശയം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയാറുള്ളത്, വിശുദ്ധന്മാർക്ക് ന്യായവിധിയേ ഉള്ളൂ, ശിക്ഷാവിധി ഇല്ല. ന്യായവിധി എന്ന് പറയുന്നത് പ്രതിഫല വിഭജനത്തിനായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ പ്രവർത്തികളുടെ ന്യായവിധി എന്നും പറയുന്നു. അപ്പോൾ വിശുദ്ധന്മാരുടെ ന്യായവിധി നോട്ട് കണ്ടംനേഷൻ. പ്രതിഫല വിഭജനം 3 പ്രവർത്തികളുടെ ന്യായവിധി എന്നൊക്കെയാണ് അതിനെ വിളിക്കുന്നത്. ജഡ്ജ്മെന്റ് ഓഫ് the works of the saints, rewarding ceremony, or not condemnation but judgment of the saints എന്നൊക്കെയാണ് അതിനെ വിളിക്കുന്നത്. അവര് സ്വർഗത്തിൽ പോകണോ നരകത്തിൽ പോകണോ എന്ന് തീരുമാനിക്കാനല്ല. അവരെല്ലാവരും കുഞ്ഞാടായ ക്രിസ്തുവിനോട് കൂടെ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നവരാണ്.
എന്നാൽ അവിടെ ഓരോരുത്തർക്കും ലഭിക്കുന്ന സ്ഥാനമാനങ്ങളും പ്രതിഫലങ്ങളും മാത്രമാണ് തീരുമാനിക്കുന്നത് അവരവരുടെ പ്രവർത്തികൾക്കനുസരിച്ച്. ക്രിസ്തീയ ജീവിതത്തിന്റെ അവരുടെ ആന്തരിക ഭക്തിക്കനുസരിച്ച് പ്രതിഫലം തീരുമാനിക്കുന്ന ഒരു വേദി എന്ന് മാത്രമേ ഉള്ളൂ. അതിന് യവന ഭാഷ പണ്ഡിതന്മാര് പറയുന്നത് 2 കൊരിന്ത്യർ 5:10 ബീമ സീറ്റ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ്. ബീമ ഹിന്ദിയിലെ ബീമ അല്ല, ഹിന്ദിയിലെ ബീമ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ആണ്. അപ്പോ ഹിന്ദി ബീമ അല്ല, ഗ്രീക്കിലെ ബീമ. ബീമ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ സൺഡേ സ്കൂളിനും നമ്മുടെയൊക്കെ ടാലന്റ് ടെസ്റ്റിനും ജഡ്ജസിനെ വിളിക്കാറുണ്ട്. ആ ജഡ്ജസ് വരുന്നത് ചൊവ്വെ പാട്ട് പാടാത്ത പിള്ളേരെ ശിക്ഷിക്കാനൊന്നുമല്ല, വാക്യം ചൊവ്വെ പറയാത്ത വേഴ്സ് കോമ്പറ്റീറ്റേഴ്സിനെ ശിക്ഷിക്കാനല്ല വരുന്നത്. ചൊവ്വെ പറഞ്ഞവർക്ക് മാർക്കിട്ട് അവർക്കൊരു പ്രൈസ് കൊടുക്കാനാണ്. ഒളിമ്പിക്സിലും മറ്റും നാം കാണാറുണ്ട് ഗോൾഡ് മെഡലിസ്റ്റും സിൽവർ, ബ്രോൺസ് ഇവരെ ഓരോ ഉയർന്ന സ്ഥലങ്ങളിൽ നിർത്തിയിട്ട് അവരെ മാല അല്ലെങ്കിൽ എന്താണ് പറയുന്നത് അവരുടെ മെഡൽ അണിയിക്കുന്നത്. മെഡൽ ആ മെഡൽ അണിയിക്കുന്ന ആളിന്, അല്ലെങ്കിൽ അക്കാലത്ത് പൗലോസിന്റെയൊക്കെ സമയത്ത് ഒളിമ്പിക്സിൽ റഫറിമാരായിരിക്കുന്നവരെ, ഒളിമ്പിക്സിൽ ജഡ്ജസ് ആയിരിക്കുന്നവരെ, അവരുടെ ഉയർന്ന പീഠത്തിന് പറയുന്ന പേരാണ് ബീമ സീറ്റ്. വിശുദ്ധന്മാരെ ന്യായം വിധിക്കുന്ന ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് 2 കൊരിന്ത്യർ 10 പറയുന്നത് ബീമ സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. അത് ശിക്ഷ വിധിക്കാനുള്ളതല്ല, മെഡൽ കൊടുക്കാനുള്ളതാണ്. അതേസമയം വെളിപ്പാട് 20:12-11 തൊട്ട് കാണുന്നത് ത്രോണോസ് ആണ്. നോട്ട് ബീമ ബട്ട് ത്രോണോസ്, സിംഹാസനമാണ്. അത് ന്യായാസനമാണ്, അത് ന്യായം വിധിക്കാനുള്ളതാണ്. മഹാരാജാവിന്റെ സിംഹാസനം ത്രോണോസ്. രണ്ടും അങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. കൂടുതൽ അതേ സംബന്ധിച്ച് നമുക്ക് ന്യായവിധി എന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ വ്യക്തത വരും. ഒന്നുകൂടി ചോദിച്ചോട്ടെ, അപ്പൊ ഈ 20-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്ന ആ ന്യായവിധി സെപ്പറേറ്റ് ആയിട്ടൊരു ന്യായവിധി ഉണ്ടോ? വിശുദ്ധന്മാർക്ക്, ഈ ട്രിബുലേഷൻ പീരീഡിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ന്യായവിധി ഉണ്ടോ? അവരുടെ പ്രവർത്തിക്കനുസരിച്ചുള്ളത് അവർക്കങ്ങ് കൊടുക്കുക ആ സമയത്ത്. അതിനു മുമ്പേ മുമ്പ് വന്ന റാപ്ചർ പീരീഡിലുള്ള വിശുദ്ധന്മാർക്ക് അതിനു മുമ്പേ തന്നെ ആ ന്യായവിധി കഴിഞ്ഞിരിക്കും ഇല്ലേ? അതെ. ഓക്കെ, അതായിരുന്നു ഡൗട്ട്. താങ്ക് യു. അപ്പോൾ ക്രിസ്തുവിന്റെ സ്വർഗത്തിൽ നിന്നുള്ള ഇറങ്ങിവരവ്, സഭയുടെ ഭൂമിയിൽ നിന്നുള്ള എടുക്കപ്പെടിയിൽ, അതിനുശേഷം സ്വർഗത്തിൽ വിശുദ്ധന്മാരുടെ പ്രതിഫല വിഭജനം, അതേ കാലഘട്ടത്തിൽ ഭൂമിയിൽ എതിർ ക്രിസ്തുവിന്റെ ഭരണവും മഹാപീഡനവും. ആ കാലത്ത് ഭൂമിയിൽ നടക്കുന്ന വിഷയങ്ങളുടെ ഒരു വിശദീകരണമാണ് നമുക്ക് 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. അവിടെ നാം കാണുന്നത്, നമ്മൾ നേരത്തെ തന്നെ കണ്ടു, 3 പ്രധാന ന്യായവിധികളെ കുറിച്ച് നാം കാണുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട ന്യായവിധികൾ: സീൽ ജഡ്ജ്മെന്റ്സ്, ട്രംപറ്റ് ജഡ്ജ്മെന്റ്സ് ആൻഡ് ബൗൾ ജഡ്ജ്മെന്റ്സ്. 7 മുദ്രകൾ കൊണ്ടുള്ള ന്യായവിധി. 6-ാം അധ്യായം 1 മുതൽ 17 വരെയും 8-ാം അധ്യായം 1 തൊട്ട് 5 വരെയും. The seal judgments found in chapter 6 verses 1 through 17 and chapter 8
verses 1 to 5. രണ്ടാമത്തേത് 7 trumpet judgments, 7 കാഹളങ്ങൾ കൊണ്ടുള്ള ന്യായവിധി, കാഹള ന്യായവിധി. അത് നാം കാണുന്നത് 8:6 മുതൽ 9 വരെ, 8:6 മുതൽ 9:21 വരെ. Chapter 8 verses 6 to chapter 9 verse 21, and chapter 11 verses 15 to 19. Chapter 11 verses 15 to 19. Then we see the bowl judgments. കലശ ന്യായവിധി. അത് നമ്മൾ കാണുന്നത് 16:1 to 20, 16-ാം അധ്യായം 1 തൊട്ട് 20 വരെയാണ്. ബൗൾ ജഡ്ജ്മെന്റ്സ്. അപ്പം ഈ 3 വിധത്തിലുള്ള ന്യായവിധികളാണ് നമ്മൾ കാണുന്നത്. ഈ 3 വിധത്തിലുള്ള ന്യായവിധികൾ. എന്നാൽ ഇവിടെ ഈ 6 തൊട്ട് 18 വരെ അധ്യായങ്ങളിൽ കാണുന്ന, അല്ലെ 19 വരെ എന്ന് വേണമെങ്കിലും പറയാം, കാണുന്ന കാര്യങ്ങൾ ക്രോണോളജിക്കൽ ഓർഡറിൽ അല്ല കൊടുത്തിരിക്കുന്നത്. സംഭവിക്കുന്ന കാലക്രമത്തിനനുസരിച്ചല്ല ഈ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംഭവങ്ങളുടെ കാലക്രമത്തിന് ഈ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രമം അനുസരിച്ച് വ്യത്യാസമുണ്ട്. ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുക തെളിവിന് വേണ്ടിയിട്ട്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം വായിച്ചാട്ടെ. 13 verse 1. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. മതി 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 മതി. ഇനി 17-ാമത്തെ അധ്യായം. 17-ാം അധ്യായത്തിൽ നമുക്ക് ഇതേ മൃഗത്തെ കാണാനായിട്ട് സാധിക്കും. അതിന്റെ 3-ാമത്തെ വാക്യം. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ 2 ഓരോ മൃഗമുണ്ട്. ഈ മൃഗങ്ങൾ 2 ഒന്നാണോ 2 ഒരേ മൃഗമാണ്. 2 മൃഗം ഒരാള് തന്നെ. എതിർ ക്രിസ്തുവ. വ്യത്യാസം വല്ലതും കാണുന്നുണ്ടോ? പതിമൂന്നിൽ സമുദ്രത്തിൽ നിന്ന് വരുന്നു, 17 മരുഭൂമിയിൽ നിന്ന് വരുന്നു. ഓക്കെ. വേറെ എന്തെങ്കിലും? അല്ല, 17-ലും മൃഗത്തിന്റെ പുറത്തൊരു സ്ത്രീയുണ്ട്. ഓക്കെ. 13-ൽ മൃഗത്തിന്റെ പുറത്ത് സ്ത്രീ ഇല്ല. വേറെന്തെങ്കിലും? എക്സാക്ട് ആ മൃഗത്തിന്റെ വ്യത്യാസം, ആ മൃഗത്തിൽ എന്തെങ്കിലും രാജമുടി ഇല്ല. 17-ാം അധ്യായത്തിൽ മൃഗത്തിന് 10 കൊമ്പുണ്ട്,
പക്ഷെ കൊമ്പുകളിൽ എന്തില്ല? കിരീടങ്ങളില്ല. രാജമുടി എന്ന് പറയുന്നത് കിരീടങ്ങൾ, ക്രൗൺസ് ആണ്. രാജമുടി, മലയാളത്തിൽ രാജമുടി എന്ന് പറയുന്നതിന്റെ അർത്ഥം കിരീടം. എന്താ വ്യത്യാസം? 13-ാം അധ്യായത്തിലെ മൃഗത്തിന് 10 കൊമ്പ്, ആ 10 കൊമ്പുകളിൽ രാജമുടികൾ. 17-ാം അധ്യായത്തിലെ മൃഗത്തിന് കൊമ്പുണ്ട്, കിരീടങ്ങൾ അഥവാ രാജമുടികൾ ഇല്ല. രാജമുടി അഥവാ കിരീടത്തിന്റെ അർത്ഥം പവർ, അധികാരം. പവർ, അധികാരം അല്ലെങ്കിൽ രാജത്വം എന്നുള്ളത്. പവർ, അതോറിറ്റി, രാജത്വം. പെന്തക്കോസ്ത് ഭാഷയിൽ പറഞ്ഞാൽ അഭിഷേകം, രാജാവായിട്ട് അഭിഷേകം പ്രാപിച്ചു. 17-ാം അധ്യായത്തിൽ കാണുന്ന മൃഗത്തെ നമുക്ക് അവൻ രാജാവായി ഭരണമേൽക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയായി മനസ്സിലാക്കാം. എന്നാൽ 13-ാം അധ്യായത്തിൽ അവൻ രാജത്വം പ്രാപിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. പക്ഷെ എഴുതി വന്നപ്പോൾ ഏതാദ്യം വന്നു? 13. രാജത്വം പ്രാപിച്ചത് ആദ്യം വന്നിരിക്കുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്, കാലക്രമത്തിലല്ല ഇത് എഴുതിയിരിക്കുന്നത്. ഓരോ വിഷയങ്ങളുടെ ബന്ധത്തിൽ യോഹന്നാൻ ഈ കാര്യം അങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. Biblical prophecies in general are not in a chronological order. We can see overlapping. വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾക്കെല്ലാം ഉള്ള ഒരു പൊതു സ്വഭാവമാണിത്. പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് കാലക്രമം അനുസരിച്ചല്ല. അതുകൊണ്ട് തന്നെ സാധാരണ പ്രവചനങ്ങളെ, വേദപുസ്തക പ്രവചനങ്ങളെ വ്യാഖ്യാനിക്കുവാനും അല്പം പ്രയാസമുണ്ട്. അതിന് വളരെ വസ്തുനിഷ്ഠാപരമായ പഠനം ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ തെറ്റിപ്പോകും. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഒരു ശരിയായ പഠനത്തിന്റെ ആവശ്യമുണ്ട്. പലരുടെയും വ്യാഖ്യാനങ്ങൾ പെശകിപ്പോകാനുള്ള ഒരു കാരണം ഇതുമാണ്. ചില കാര്യങ്ങൾ ഒരൊറ്റ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നു. നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞതാണ്. യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ ജീവിതവും ക്രൂശിലെ മരണവും തേജസ്കരണവും ഒക്കെ യെശയ്യാവ് പ്രവചിച്ചിരിക്കുന്ന ചില ഭാഗങ്ങൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിന് വരുന്ന മഹത്വത്തെ കുറിച്ചാണ്. പിന്നീടാണ് ക്രൂശീകരണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓവർലാപ്പിംഗ് ആണ്. ശുശ്രൂഷയെ പറ്റി യെശയ്യാവ് പറഞ്ഞത് 61-ാം അധ്യായത്തിൽ ഒരൊറ്റ വാക്യത്തിലാണ്, ഒറ്റ വാചകത്തിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിലും ദീർഘവർഷങ്ങളുടെ ദൈർഘ്യം ആ 2 പദങ്ങൾക്ക് തമ്മിലുണ്ട്. അത് നമ്മൾ കണ്ടതാണല്ലോ, ഓർമ്മ കാണും നിങ്ങൾക്കൊരു പക്ഷേ. യേശുക്രിസ്തു ആ വാക്യങ്ങളെ എടുത്ത് ഉദ്ധരിച്ചപ്പോൾ ലൂക്കോസ് 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറഞ്ഞു, വായിച്ചിട്ട് യേശു അതേ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ദൈവത്തിന്റെ പ്രസാദ വർഷത്തെ കുറിച്ച് പറഞ്ഞു നിർത്തി. പ്രതികാര ബാക്കി നിങ്ങൾ പറയാമോ? ദിവസത്തെ കുറിച്ച് പറഞ്ഞില്ല. പ്രതികാര ദിവസത്തെ കുറിച്ച് പറഞ്ഞില്ല. അപ്പോൾ പ്രസാദ വർഷവും പ്രതികാര ദിവസവും
പ്രവചിച്ചപ്പോൾ ഒറ്റ വാചകത്തിലെ അടുത്തടുത്ത വാക്കുകളായി. പക്ഷെ ആ രണ്ട് വാക്കുകൾക്കിടയിലുള്ള കാലദൈർഘ്യം എന്ന് പറയുന്നത് ഇന്നത്തെ കണക്കിന് 2020 പരം വർഷങ്ങളാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ദാനിയേൽ 9-ാം അധ്യായത്തിലെ 69-ഉം 70-ഉം ആഴ്ചവട്ടങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും പഠിച്ചത്. അത് മനസ്സിലാക്കാത്തവർ അതിനിടയിൽ ഒരു ഗ്യാപ്പോ അതിനിടയിൽ ഒരു സഭാ കാലയളവോ ഉണ്ട് എന്ന് കരുതുന്നില്ല. പോകട്ടെ. അപ്പോൾ ഇങ്ങനെ കയറി ഇറങ്ങിക്കിടക്കുന്ന കയറി ഇറങ്ങിക്കിടക്കുന്ന ബൈബിൾ പ്രവചനങ്ങളെ കൂലങ്കഷമായി പഠിച്ചെങ്കിലേ തെറ്റുകൂടാതെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. അങ്ങനെ നാം ഈ ഭാഗവും ഒന്ന് നോക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് വെളിപ്പാട് 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങൾ കാലക്രമത്തിലല്ല എന്ന് മനസ്സിലാക്കുക. കയറി ഇറങ്ങി പ്രവചനങ്ങൾ കിടപ്പുണ്ട്. സ്തോത്രം. ഓക്കെ. ഇതിലെ സംഭവങ്ങൾ ഓരോന്നിനും അനുബന്ധമായിട്ടാണ് നാം കാണുന്നത്. ഓക്കെ. ഓരോന്നിനും അനുബന്ധമായിട്ടാണ് ഈ പ്രവചനങ്ങൾ ഈ 6 തൊട്ട് 18 വരെയുള്ള അധ്യായങ്ങളിലേത് കാണുന്നത്. കാലം നാം നോക്കുകയാണെങ്കിൽ ക്രിസ്തീയ സഭാകാലം, പിന്നെ പീഡനകാലം, പിന്നെ സഹസ്രാബ്ദം, പിന്നീട് അന്ത്യന്യായവിധി, നിത്യത എന്നിങ്ങനെയാണ് അതിൻ്റെ ക്രമം കാലമനുസരിച്ച് പോകുന്നത്. ഇപ്പോൾ ഉള്ളത് ദൈവസഭയുടെ സമയം, സഭാ കാലയളവ്. ഇനി വരാൻ പോകുന്നത് പീഡനകാലം, ട്രിബുലേഷൻ ടൈം. നൗ ചർച്ച് ഏജ്. Afterwards comes the time of tribulation. പിന്നീട് നാം കാണുന്നത് മില്ലേനിയം, സഹസ്രാബ്ദകാലം. Then comes അന്ത്യന്യായവിധി, ന്യായവിധിയുടെ കാലം, time of judgment. Then comes eternity, future eternity, ഭാവികാല നിത്യത. ഇങ്ങനെയാണ് അതിൻ്റെ കാലക്കണക്ക്. സ്തോത്രം. കാലക്കണക്ക്. അതിൽ ചില വേദപണ്ഡിതാക്കൾ പറയുന്നത് ഇത് ഒരു വേൾഡ് മാപ്പ് പോലെ നമ്മൾ കാണണം, ഒരു ലോക ഭൂപടം പോലെ. എന്ന് പറഞ്ഞാൽ ആദ്യം ഭൂപടം മുഴുവനുമായിട്ട് കാണിക്കുന്നു. ആ ഭൂപടത്തിന്റെ അകത്തേക്ക് വരുമ്പോൾ കോണ്ടിനൻസ്, ഭൂഖണ്ഡങ്ങളുണ്ട്. ഭൂഖണ്ഡങ്ങളുടെ അകത്തേക്ക് വരുമ്പോൾ രാജ്യങ്ങളുണ്ട്. രാജ്യത്തിന്റെ അകത്തേക്ക് വരുമ്പോൾ സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങൾ. അതിനകത്തേക്ക് പിന്നെയും വരുമ്പോൾ ജില്ലകളായി, നമ്മുടെ പട്ടണങ്ങളായി, ഗ്രാമങ്ങളായി, ഒടുവിൽ നമ്മുടെ വീട് അവിടെ എവിടെയോ ഒരു പൊട്ടുപോലെ. ആദ്യം കാണിക്കുന്നത് ലോകത്തിന്റെ ഭൂപടമാണ്. അതിനകത്തൂടെ നമ്മൾ സഞ്ചരിച്ചു വരുമ്പോൾ മാത്രമേ എന്തുള്ളൂ, നമ്മുടെ ഗ്രാമമോ നമ്മുടെ പട്ടണമോ നമ്മുടെ സ്ട്രീറ്റോ നമ്മുടെ വീടോ ഒക്കെ കാണാൻ പറ്റൂ. ചിലപ്പോൾ അതിനെ ഓരോരോ ഖണ്ഡങ്ങളായി മാറ്റിവെക്കും. ആദ്യം മുഴുവൻ ഭൂപടം കൂടെ, വേൾഡ് മാപ്പും കൂടെ കാണിച്ചാൽ നമുക്കൊന്നും പിടികിട്ടത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഭൂഖണ്ഡത്തെ, നമ്മുടെ കോണ്ടിനെന്റിനെ മാത്രം മാറ്റിവെക്കുന്നു. അതും ഒത്തിരി വലുതാ, വിശാലമാണ്. അതുകൊണ്ട് നമ്മുടെ കൺട്രിയെ, രാജ്യത്തെ എടുത്തു മാറ്റുന്നു. ഇങ്ങനെ വെക്കുന്നത് പോലെ അനുബന്ധമായി നമുക്ക്
ഈ 6 തൊട്ട് 18 വരെയുള്ള പ്രവചനങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്തോത്രം. അതിൽ നമ്മൾ കണ്ടു 1 തൊട്ട് 3 വരെയുള്ള അധ്യായങ്ങൾ ചർച്ചസ് ആൻഡ് ക്രൈസ്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദം. 1 തൊട്ട് 3 വരെയുള്ള അധ്യായങ്ങളെ നമ്മൾ കണ്ടു 7 സഭകളും സഭകളോട് ഉള്ള യേശു ക്രിസ്തുവിന്റെ ബന്ധവും. പിന്നെ 4ഉം 5ഉം അധ്യായങ്ങളിൽ നമ്മൾ കണ്ടു എ ഹെവൻലി പ്രിപ്പറേഷൻ ഇൻ ജനറൽ, സ്വർഗത്തിലുള്ള ഒരു ഒരുക്കത്തെ കുറിച്ച്. സ്തോത്രം. ഓക്കെ. അതിനുശേഷം നാം കാണുന്നത് പ്രത്യേകിച്ച് 5-ാമത്തെ അധ്യായത്തിൽ 4ഉം 5ഉം പൊതുവായിട്ടുള്ള ഒരുക്കമാണ്. 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വീണ്ടും വന്നപ്പോൾ എക്സ്ക്ലൂസീവ്ലി it is describing about Christ's role on the cross for the final redemption. ഓക്കെ. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ കൃത്യതയോടെ ലോകത്തിന്റെ അന്തിമ വീണ്ടെടുപ്പിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അന്തിമ വീണ്ടെടുപ്പിനായി ക്രിസ്തു ക്രൂശിൽ എന്ത് നിവർത്തിച്ചു എന്നതിന്റെ വിവരണം കൃത്യതയോടെ നമുക്ക് 5-ാം അധ്യായത്തിൽ കാണാം. എന്നാൽ 6 മുതൽ 19 വരെയാണ് ട്രിബുലേഷൻ ഇൻ ജനറൽ, പൊതുവായി മഹാപീഡനത്തിന്റെ കാലം. അതിലെ പ്രധാനപ്പെട്ട 3 പിരിവുകളാണ് നമ്മൾ 3 ന്യായവിധികളായിട്ട് കണ്ടത്. 3 ന്യായവിധികളായിട്ട് കണ്ടത്. ഈ ന്യായവിധിയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. അവിടെ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് നോക്കുവാൻ കഴിയുന്നത്, മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, നമുക്കിപ്പം 6-ാം അധ്യായത്തിലെ തന്നെ കാര്യങ്ങൾ എടുക്കാം. 7 മുദ്ര പൊട്ടിക്കുകയാണ് കുഞ്ഞാട്. 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകത്തിന്റെ ഓരോ മുദ്രയും ഒന്നിന് ശേഷം ഒന്ന് എന്ന നിലയിൽ കുഞ്ഞാട് പൊട്ടിക്കുന്നു അല്ലെങ്കിൽ തുറക്കുന്നു. അപ്പോൾ അവിടെ ചില സംഭവങ്ങളൊക്കെ നടക്കും. സ്തോത്രം. ചില സംഭവങ്ങൾ നടക്കും. 1 മുതൽ 4 വരെയുള്ള മുദ്രകൾ പൊട്ടിക്കുമ്പോൾ നടക്കുന്നത്, നാം കാണുന്നത്, the political occurrences in the world during the first 4 seals are opened. ആദ്യത്തെ 4 മുദ്രകൾ തുറക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്? രാഷ്ട്രീയമായ മാനങ്ങളുള്ള സംഭവങ്ങളാണ്. രാഷ്ട്രീയ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതായി നാം കാണുന്നത്. ഓക്കെ. രാഷ്ട്രീയമായ കാര്യങ്ങൾ. ആറാം അധ്യായത്തിന്റെ 1 തൊട്ട് ഉള്ള വാക്യങ്ങളിൽ ആദ്യത്തെ 4 മുദ്രകളുടെ ഓപ്പണിംഗ്, മുദ്രകൾ തുറക്കുമ്പോൾ പൊളിറ്റിക്കൽ ഒക്യുറൻസസ്, രാഷ്ട്രീയ സംഭവങ്ങളാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ ലോകത്തിലെ കാര്യങ്ങളാണ് കാണുന്നത്. 5-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ തുറക്കുമ്പോൾ നാം കാണുന്നത് സംതിങ് റിലീജിയസ്, മതപരമായ പീഡനങ്ങളെ കുറിച്ചാണ്. 5-ാം മുദ്രയുടെ
ഭേദനത്തിൽ നമ്മൾ കാണുന്നത്. 5-ാം മുദ്രയുടെ ഭേദനത്തിൽ. ഓക്കെ. ആറാമത്തെ മുദ്ര തുറക്കുമ്പോൾ നാം കാണുന്നത് സംതിങ് ഹാപ്പനിങ് ഇൻ ദ സോളാർ സിസ്റ്റം. സൗരയൂഥത്തിൽ ഗ്രഹങ്ങളിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് 6-ാം മുദ്രാഭേദനത്തിൽ നാം കാണുന്നത്. ഏഴാം മുദ്രയുടെ ഭേദനത്തോടെ അടുത്ത ന്യായവിധിയുടെ ഒരു ചിത്രമാണ്. എന്തൊക്കെ? കാഹള ന്യായവിധിയുടെയും കലശ ന്യായവിധിയുടെയും ഒരു വിശദീകരണം. ആ കലശ ന്യായവിധികളാണ് ഈ ന്യായവിധികളുടെ അന്ത്യമെന്ന് പറയുന്നത്. അന്ത്യമെന്ന് പറയുന്നത് അത് സംഭവിക്കുന്നത് 16-ാം അധ്യായത്തിലാണ്. മഹാപീഡനകാലത്തിന്റെ അന്തം എവിടെയാണ്? 16-ാം അധ്യായത്തിലാണ്. പക്ഷേ നമുക്ക് അത് കാണണമെങ്കിൽ 19-ാം അധ്യായം വരെ വന്നേ പറ്റൂ. കാരണം കാലക്രമത്തിലല്ല അത് എഴുതിയിരിക്കുന്നത്. മഹാപീഡനകാലം അവസാനിക്കുന്നത് അർമഗദ്ദോൻ യുദ്ധത്തോടുകൂടെയാണ്. അർമഗദ്ദോൻ യുദ്ധത്തോടുകൂടെ. മനസ്സിലാവുന്നുണ്ടോ? പ്രയാസമുണ്ടോ? ലാസ്റ്റ് പറഞ്ഞതൊരല്പം പ്രയാസമായിക്കാണോ അല്ലെ? 16-ാം അധ്യായത്തിൽ മഹാപീഡനം തീരുന്നു എന്നുള്ളത്. 16-ന്റെ 16 ഒന്ന് വായിച്ചോളൂ. 16 പ്ലീസ്. അവ അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്നു പേരുള്ള സ്ഥലത്ത് കൂട്ടിച്ചേർത്തു. അർമഗദ്ദോൻ യുദ്ധം 16-ാം അധ്യായത്തിലാണ്. 20-ാം വാക്യത്തോടുകൂടെ അത് തീരുക. പിന്നെങ്ങനെ ഈ അർമഗദ്ദോൻ യുദ്ധമൊക്കെ കഴിഞ്ഞ് മഹാപീഡനം അവിടെ തീർന്നെങ്കിൽ 17-ാം അധ്യായം വരുന്നത്? അതിനെ നമ്മൾ കണ്ടതാണ്. 17-ാം അധ്യായം അതിലെ സംഭവം സത്യത്തിൽ എപ്പോൾ സംഭവിക്കുന്നതാണ്? മഹാപീഡനത്തിന്റെ ഒടുവിലാണോ ആദ്യമാണോ? ആദ്യം. ആശയ കുഴപ്പമില്ലല്ലോ ആർക്കും? സംശയമില്ലേ? സംശയം ഉണ്ടെന്ന് തോന്നുന്നു. ചിലരൊക്കെ മുഖം കണ്ടിട്ട്, എനിക്ക് കാണാൻ പറ്റുന്നവരുടെ മുഖം കണ്ടു. നേരത്തെ തന്നെ പറഞ്ഞല്ലോ. സ്തോത്രം. നേരത്തെ ശ്രദ്ധിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. 13-ാം അധ്യായത്തിലെ മൃഗം രാജത്വം പ്രാപിച്ച രാജമുടികളുമായിട്ടുള്ളതാണ്. 17-ാം അധ്യായത്തിലെ മൃഗം രണ്ടും ഒറ്റ മൃഗമാ. രണ്ടും എതിർ ക്രിസ്തുവിനെയാ പറയുന്നത്. നോ ഗോഡ്ന. എന്നാൽ 17-ാം അധ്യായത്തിലെ മൃഗം രാജത്വം പ്രാപിക്കുന്നതിന് മുമ്പ് കൊമ്പ് 10 ഉണ്ട്. പക്ഷേ കൊമ്പുകളിൽ എന്തില്ല? രാജമുടികളില്ല. രാജത്വം പ്രാപിക്കുന്നതിന് മുമ്പുള്ളതാണത്. അതുകൊണ്ടാ പറഞ്ഞത് 16-ാം അധ്യായത്തിലെ അല്ലെങ്കിൽ ഈവൻ 13-ാം അധ്യായത്തിലെ പോലും സംഭവങ്ങൾക്ക് മുമ്പാണ് 17-ാം അധ്യായത്തിലെയും അതുപോലെ 18-ാം അധ്യായത്തിലെയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ ചിത്രീകരണം വന്നപ്പോൾ അത് ഒടുവിൽ എഴുതി.
കാരണം ആദ്യം പറഞ്ഞു വന്നത് ആ ഒരു ഒഴുക്കിനങ്ങ് യോഹന്നാൻ എഴുതിപ്പോയി. അത് പറഞ്ഞു നിർത്തിയതിന് ശേഷം മറ്റേ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ 16-ാം അധ്യായത്തിൽ അർമഗദ്ദോൻ യുദ്ധത്തോടുകൂടെ മഹാപീഡനം തീരുന്നു. അത് പറഞ്ഞിട്ട് പക്ഷെ അതിന്റെ ചിത്രീകരണം 19-ാം അധ്യായത്തിലാണ് നൽകിയിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാവും. കൺഫ്യൂഷൻ ഇല്ലേ? ഇതുവരെ ക്ലിയർ ആണോ? സ്തോത്രം. അപ്പോൾ മഹാപീഡനത്തിന്റെ അവസാനത്തിൽ യേശു ക്രിസ്തു ഇറങ്ങി വരുന്നു സ്വർഗത്തിൽ നിന്ന് വിശുദ്ധന്മാരുമായി. എതിർ ക്രിസ്തുവുമായി അർമഗദ്ദോൻ യുദ്ധത്തിൽ ഏർപ്പെടുന്നു. യുദ്ധം തുടങ്ങവേ തന്നെ കള്ളക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി തീപ്പൊയ്കയിൽ തള്ളുന്നു. പിന്നീട് അവന്റെ കൂടെ നിന്ന പടയാളികളെ അല്ലെങ്കിൽ മനുഷ്യരെ കർത്താവിന്റെ വായിൽ നിന്നുള്ള വചനത്താൽ നിഗ്രഹിക്കുന്നു. അത് എത്ര കാലം നീണ്ടു നിൽക്കുമെന്നൊക്കെ ഉള്ളത് ഇന്നിനിപ്പോ തുടങ്ങിയ ചിലപ്പോൾ തീരത്തില്ല. അതുകൊണ്ട് കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെ നമുക്കത് നോക്കാം. നിങ്ങൾക്ക് ഒരുപക്ഷെ വായിച്ചപ്പോഴൊക്കെ ചിലപ്പോൾ സംശയം തോന്നിയിട്ടുണ്ടാകാൻ ഇടയുള്ളതാണ്. 1200-260 ദിവസങ്ങളെന്നും 1290 ദിവസങ്ങളെന്നും 1335 ദിവസങ്ങളെന്നും ഒക്കെ ഉള്ള ഒരു കണക്ക് ദാനിയേലിലും വെളിപ്പാടിലും ഉണ്ട്. ഈ 3 കണക്കുകൾ. ആ കണക്കുകളും കൂടെ നമുക്ക് എടുത്തു വെച്ച് ഈ യുദ്ധങ്ങളുടെ അതിൻ്റെ ക്രമീകരണങ്ങൾക്ക് ഒക്കെയുള്ള കാലദൈർഘ്യത്തെയും കൂടെ മനസ്സിലാക്കാം. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഏതായാലും ഈ സംഭവങ്ങൾക്ക് മുമ്പ് സഭ കർത്താവിന്റെ അടുക്കൽ ചേർക്കപ്പെടും എന്നുള്ളത് നമ്മൾ കണ്ടു. അതുകൊണ്ട് ആ പ്രത്യാശയോടെ യേശുക്രിസ്തുവിനെ എതിരേൽക്കുവാൻ, നമ്മെ എതിരേൽക്കാൻ വരുന്ന യേശുവിന്റെ അടുക്കലേക്ക് എടുക്കപ്പെടുവാൻ നമുക്കൊരുങ്ങാം. ഈ പ്രത്യാശ നിർഭരമായ ജീവിതത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെ നമുക്ക് അവയെക്കുറിച്ച് ചിന്തിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.